നമസ്കാരം പ്രിയമുള്ളവരെ. കേദാർനാഥിൽ, അതായത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഹെലികോപ്റ്റർ അപകടം. ഈ ഹെലികോപ്റ്റർ അപകടം ഇത്രയും ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള കാരണം എയർ ഇന്ത്യ വിമാനത്തിൻ്റെ അപകടം, അഹമ്മദാബാദിലുണ്ടായ അപകടം നടന്നതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് പിന്നെയും ഇങ്ങനെയൊരു അപകട വാർത്ത നമ്മൾ കേൾക്കുന്നത്. അത് ഈ വാർത്തയ്ക്ക് വളരെ പ്രാധാന്യം നൽകി. അങ്ങനെ പറയാൻ കാരണം, കേദാർനാഥിൽ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയ്ക്കകം പല പ്രാവശ്യം ഈ ഹെലികോപ്റ്റർ ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് 6 പേർ മരിച്ച ഒരു അപകടം ചില ആഴ്ചകൾക്ക് മുമ്പ് സംഭവിച്ചിരുന്നു. എന്നാൽ അതാരും അറിയാതെ പോയി. പക്ഷേ എയർ ഇന്ത്യ വിമാനത്തിനുണ്ടായ ദാരുണമാകുന്ന ആ ഒരു ദുരന്തം, ആ ഒരു അപകടത്തിന് ശേഷം ഈ വാർത്തയ്ക്ക് വലിയ ശ്രദ്ധ കിട്ടുവാനിടയായി തീർന്നു. ഇന്ത്യയിൽ എയർ സേഫ്റ്റി അത് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുവോ എന്ന ഒരു വലിയ ചോദ്യം പിന്നെയും ആളുകൾ ചോദിക്കുവാൻ തുടങ്ങി. കേദാർനാഥിൽ അതൊരു പിൽഗ്രീം സെൻ്ററാണ്. അവിടെ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളെ ആ മലയുടെ മുകളിലുള്ള സ്ഥലത്ത് എത്തിക്കുക, ആ ടെമ്പിളുമായിട്ട് ബന്ധത്തിലുള്ള ഒരു യാത്രയാണ്. അവിടെ പ്രൈവറ്റ് ഹെലികോപ്റ്റർ സർവീസുകളാണ് ഇങ്ങനെയുള്ള തീർത്ഥാടകരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുന്നത്. അവിടെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്ന ഈ ദിവസങ്ങളിൽ പരക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വാർത്ത നമ്മളിപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഗ്ലോബൽ ന്യൂസിൽ പറയാൻ കാരണം, ഈ വാർത്തയിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബം, ജയ്സ്വാൾ ഫാമിലി, നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരിയുടെ ആങ്ങളയുടെ മകനും കുടുംബവുമാണ്. നമ്മുടെ ചർച്ചിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദിക്കാരാകുന്ന ഒരു കുടുംബം, ആ സഹോദരി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. വളരെ കർത്താവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ അനന്തരവനും ഭാര്യയും കുട്ടിയും ഈ അപകടത്തിൽ മരിക്കുവാൻ ഇടയായി തീർന്നു. അവരാരും വിശ്വാസികളല്ല. ഈ സഹോദരിയുടെ കുടുംബത്തിൽ മറ്റാരും വിശ്വാസത്തിലല്ല. കേവലം ഈ സഹോദരി മാത്രമാണ് നമ്മുടെ ചർച്ചിൽ വരുന്നത്. അനന്തരനും കുടുംബവും കേദാർനാഥിലേക്ക് തീർത്ഥയാത്ര പോയതാണ്. ആ കുടുംബത്തിന് ജീവൻ നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. നമുക്ക് പരിചയമുള്ള ആളുകൾ, നമ്മളുമായി ഏതെങ്കിലും വിധത്തിലൊക്കെ ബന്ധമുള്ള ആളുകൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പിന്നെയും ആ വേദനയ്ക്ക് ആഴം വർദ്ധിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അനർത്ഥങ്ങളുടെ വാർത്തകൾ മാത്രമാണ് കേൾക്കുന്നത്. ട്രെയിൻ, കപ്പൽ, ഹെലികോപ്റ്റർ, വിമാന അപകടങ്ങളുടെ വാർത്തകൾ. ദൈവികമാകുന്ന സംരക്ഷണം എല്ലാ മേഖലയിലും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.